രോഹിണിക്ക് എന്നെ അറിയാം. അവൾ എന്നെ വെറുക്കില്ല, അത് ഉറപ്പാ. അതെ അതെ, ഏട്ടനെ നന്നായി അറിയാവുന്നതുകൊണ്ടാവും ഏട്ടൻ ഒരിക്കലും ഒരു ശല്യം ആവണ്ടെന്ന് വിചാരിച്ച് സ്വയം മരിക്കാൻ തീരുമാനിച്ചത്. വയറ്റിൽ വളരുന്ന ഏട്ടന്റെ കുഞ്ഞിനെയും കൊണ്ട് രോഹിണി ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്നലെ രാത്രി. കൈ മുറിച്ച് ചോര വാർന്ന അവസ്ഥയില് അവര് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടിട്ട് ഞാനിപ്പോ അവിടെ നിന്നാ വരുന്നത് ഏട്ടനെ അറിയിക്കാൻ. ഇറങ്ങിയാട്ടെ രണ്ടാളും. അല്ലട ചന്തു, ഈ ബാങ്കിൽ ഇതുവല്ലോ നടക്കുവോ? നടക്കാതെ പിന്നെ. ഇവിടുത്തെ മാനേജർ പൊന്നമ്മ സാറ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. മാഷിന് എത്ര കാശാ വേണ്ടെന്ന് വെച്ചാ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി, അപ്പോ ആ നിമിഷം പാസ്സാക്കി തരും. പ്രത്യേകിച്ചും ഞാനൊരു പാർട്ടിയും കൊണ്ട് ബാങ്കിൽ വന്ന പൊന്നമ്മ സാറ് പിന്നെ ഒന്നും നോക്കത്തില്ലതേ. കാരണം പൊന്നമ്മ സാറ് എന്താവശ്യത്തിന് എപ്പോ വിളിച്ചാലും അപ്പൊ ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പൊന്നമ്മ സാറ് എപ്പോഴും പറയുന്നതാ, ചന്ദ്രകുമാറെ നീ വിളിച്ചെടുത്ത് എത്തുമല്ലോ എന്ന്. വിളിച്ചാൽ വിളിച്ചെടുത്തെത്താൻ നീ ആരാ? മുച്ചിലോട്ട് ഭഗവതിയാണോ അതോ ഗുരുവായൂരപ്പൻ? കൗണ്ടർ അടിക്കാൻ മാഷ് കാലനാ. ഇതുപോലെ കോമഡി പറഞ്ഞിട്ടായിരിക്കും മുത്തശ്ശിയെ പണ്ട് കറക്കിയെടുത്തത്. ആ കഥയൊന്നും പറയാതിരിക്കാ ഭേദം. നമ്മളങ്ങ് പെട്ടുപോയതല്ലേടാ ചന്തു. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? നീ മുന്നിലെ നടക്കാൻ നോക്ക്. എങ്ങനെയെങ്കിലും നിന്റെ പൊന്നമ്മ സാറിനെ കൊണ്ട് ഈ ലോൺ ഒന്ന് സാങ്ഷൻ ആക്കി തരണം. അതാണ് നിന്റെ മിടുക്ക്. അതിനൊരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട് ഞങ്ങള്. സമ്മാനവും കമ്മീഷനും ഒന്നും വേണ്ട. വിസ്മയുടെ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്കെന്റെ സ്വന്തം മുത്തശ്ശനും മുത്തശ്ശിയും പോലെയല്ലേ. സമ്മാനമൊക്കെ ഞാൻ മൊത്തമായിട്ട് പിന്നീട് വാങ്ങിച്ചോളാം. നടന്നാട്ടെ. എക്സ്ക്യൂസ് മീ, ICU എവിടെയാ? അവിടെ. സിസ്റ്റർ, ഈ രോഹിണി എന്ന് പേരുള്ള പേഷ്യന്റ് ആ കുട്ടിയെ ഒബ്സർവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അവൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? പേഷ്യന്റിന്റെ അത് പിന്നെ ഞാൻ പരിചയക്കാരനാ. മറ്റൊന്നുമല്ല, കുട്ടിയുടെ റിലേറ്റീവ്സ് ആരും ഇതുവരെ വന്നിട്ടില്ല. ബില്ല് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തോളാം. അത് ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. എവിടെ ഈ ഒബ്സർവേഷൻ റൂം? ഇതിലേ പോയാ മതി, വലതുവശത്തെ രണ്ടാമത്തെ റൂം. ശരി. രോഹിണി, രോഹിണി, ഐ എം സോറി. എന്നോട് ക്ഷമിക്കണം.
കരയരുത് പ്ലീസ്. നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നീ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പോക്കായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയെന്ന് വെച്ച് ഞാൻ നിന്നെ നമ്മുടെ കുഞ്ഞിനെ എന്നേക്കുമായി കൈവിടുമെന്ന് നീ വിചാരിച്ചോ? എന്ത് കഷ്ടമാണ് രോഹിണി, നിനക്കെന്നെ മനസ്സിലാവാത്തത്. സോറി. ഏയ് നോക്ക, ഇങ്ങനെ കരയില്ലേ നീ? നോക്ക്, എനിക്കെന്റെ സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ ഈ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാർക്ക് അത് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് എല്ലാം കൂടി നിന്റെ നേരെ കാണിച്ചത്. എന്നെ മനസ്സിലാക്കുന്ന നിനക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ പിന്നെ ഏട്ടനോടുള്ള ഇഷ്ടം കൂടുതലുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. വേറെ ഇഷ്ടം മാത്രമല്ല, വിനേട്ടൻ എനിക്ക് നല്ല കെയറും തരുന്നുണ്ടെന്ന് അലക്സിയായിട്ട് വഴക്കിട്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്നെ വിവാഹം ചെയ്ത് പക്ഷെ ടെക്സ്റ്റൈൽസ് വിനേട്ടന് നഷ്ടപ്പെടും. വിസ്മയുടെയും വീണയുടെയും പഠനം മുടങ്ങും. മൂത്താളുടെ വിവാഹം നടക്കില്ല. അങ്ങനെ ഞാൻ കാരണം 5-6 പേരുടെ ജീവിതം വഴിയാതാരാവെന്ന് തോന്നിയപ്പോ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ല എന്ന് തീരുമാനിച്ചു. രോഹിണി, പക്ഷെ മരണത്തിലും ഞാൻ തോറ്റുപോയി വിനയേട്ട. ഞാൻ തോറ്റുപോയി. നീ പോയി ചോദിക്ക ആ പെണ്ണ് എവിടെയാ കിടക്കുന്നത്. ഞാൻ ഈ ഫോണൊന്നും എടുക്കട്ടെ. ചെല്. ആ ഞങ്ങളിപ്പോ ആശുപത്രി വന്നു. അവൾ എവിടെയാ കിടത്തിയിരിക്കുന്നത് നോക്കിയിട്ട് തിരിച്ചു വിളിക്കാം. ഓരോ മെനക്കെടുത്തലുകളെ എന്ത് ചെയ്യാൻ പറ്റും? ഓ, രക്തബന്ധമായി പോയില്ലേ. രോഹിണി 26 വയസ്സ്, ചാകാൻ കൈമുറിച്ച് ഇവിടെ കിടക്കുന്നെന്നാ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. അതിന് നിങ്ങൾ പേഷ്യന്റിന്റെ ആരായിട്ട് വരും? ഓ എന്റെ കൊച്ചെ, അവക്ക് ഈ ഭൂമിയിൽ ഞങ്ങളെ ഉള്ളൂ. ഞാൻ അമ്മായി വിജയമ്മ. ദേ ആ നിക്കുന്നതേ ആരെന്നറിയോ? ദാസപ്പൻ ചേട്ടൻ അമ്മാവനാ. ഞാൻ വരട്ടെ. അതിനു മുമ്പേ നീക്ക് കയറി ഇടപെട്ട് അടി ഉണ്ടാക്കി കിട്ടാൻ പോകുന്ന കാശ് കിട്ടാതാക്കരുത്. ഞാൻ അവരെയൊക്കെ ഒന്ന് വിരട്ടി നിർത്തിയിരിക്കുക. ഇവിടെ ഈ പെണ്ണ് ചത്തോ ഇല്ലയോ എന്ന് നോക്കിട്ട് ഉടനെ ഞാനങ്ങ് വരും. അതുവരെ ഒന്ന് അടങ്ങി നിൽക്കാൻ നോക്ക്. ആ അവിടെ തന്തൻ തള്ളേ പണ്ടൊരു ഉരുൾപൊട്ടലിൽ മണ്ണിനടി പോയതാ. ബോഡി പോലും കിട്ടിയില്ല. പിന്നെ ഞങ്ങളാ അവളെ വളർത്തിയത്. അവളോട് ചോദിച്ചാ മതി, പറഞ്ഞു തരും. നീ നിന്ന് ചരിത്രം പറയാണ്ട് എവിടെയാ കിടത്തിരിക്കുന്നു ചോദിക്കേ. എവിടെയാ? ഒബ്സർവേഷൻ റൂമിലുണ്ട്, ഐസിവിന്റെ അടുത്താ. ദാ അവിടെ. അപ്പൊ ചത്തില്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ. നീ പാടി നോക്കാം. ഇതെവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ മാരണം നമ്മുടെ തലേന്ന് ഒഴിവാകില്ലെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ കാശെത്ര ചെലവാകുമോ എന്തോ. ചത്തെങ്കിൽ അവിടെ കഴുത്തി കിടക്കുന്ന 2.5 പൗന്റെ മാല കിട്ടുമല്ലോ എന്നോർത്താ ഞാൻ വന്നത്. ഇതിപ്പോ കണ്ടറിയണം. വാ നമുക്ക് അപ്പുറം നോക്കാം. അയ്യോ അയ്യോടി, ദേ കിടക്കുന്ന കിടപ്പ് നോക്കിയേ. അയ്യോ, ചീര കുഴയുന്ന പോലെ വാടി പോയല്ലോ. നീ എന്ത് പണിയാടി കാണിച്ചത്? മനുഷ്യന്മാരെ മെനക്കെടുത്താൻ വേണ്ടി ഓരോന്ന് ഒപ്പിച്ചു വെച്ചോളും. നീ ആശുപത്രിയിലാണെന്ന് കേട്ടപ്പോ മുതലേ ഈ അമ്മായി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, അറിയോ നിനക്ക്? നിന്നെ ഇത്രയും ആക്കിയത് ഈ അമ്മാവനും അമ്മാവിയോ? ഇങ്ങനെ ഓരോരോ വിവരക്കേട് തോന്നുമ്പോ അതങ്ങ് നാട്ടിൽ വന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരം ഓടി വരണമായിരുന്നു. നിനക്കൊന്നും ജീവിക്കാനോ ഗതിയില്ല, നന്നായിട്ട് മരിക്കാനെങ്കിലും അറിയണ്ടേ? അയ്യോ എന്റെ മുക്കോട്ട് ഭഗവതി താഴെ. നിന്റെ കഴുത്തിൽ കിടന്ന് 2.5 പൗന്റെ സ്വർണ്ണമാല എവിടെ പോയി?
അതും വിറ്റ് തൊലച്ചിട്ടാണോ നീ കൈയും കാലും വെട്ടിക്കേറി ചാവാ കിടന്നത്? പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളിപ്പോ അവളോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. അത് പറയാ നീ ആരാടാ? മനസ്സിലായില്ലല്ലോ. ഇവൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന്റെ ഏക സമ്പാദ്യമാ 2.5 പവന്റെ മാല. അത് ആരാ അടിച്ചു മാറ്റിയത്? അത് ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ താൻ ആരാണെന്ന് മനസ്സിലായില്ല. എന്റെ പേര് വിനയചന്ദ്രൻ. എന്റെ സ്ഥാപനത്തിലാണ് രോഹിണി ഇപ്പൊ ജോലി ചെയ്യുന്നത്. എങ്ങനെ കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ? ഇവളെ നാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതും ഇവക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തതും ഞങ്ങളുടെ അലക്സി മുതലാളിയാ. മുതലാളിയുടെ സ്വന്തം തുണിക്കട. ദൈവത്തെ പോലുള്ള മനുഷ്യനാ അത്. അലക്സ് മുതലാളിയുടെ സ്വന്തം കയ്യിലാ ഞങ്ങൾ മോളെ ഏൽപ്പിച്ചു വിട്ടത്. മോളുടെ കാര്യം നോക്കാനേ വേറൊരു വിനയനും ചന്ദ്രനും ഒന്നും വരേണ്ട ഒരു ആവശ്യവുമില്ല. അമ്മാവാ, അപ്പൊ നിന്റെ നാവ് പൊന്തു അല്ലേ? കൊള്ളാം. കാര്യങ്ങളൊക്കെ അലക്സി മുതലാളി എന്നോട് പറഞ്ഞു. അതെ, മുതലാളി പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല കേട്ടോ. അത് പറയാനാ ഞങ്ങള് വന്നത്. മുതലാളിയെ അനുസരിച്ചില്ലെങ്കിലേ കൊന്നു കുഴിച്ചു മൂടിക്കളയും ഞാൻ. ഒരുത്തനും എന്നോട് ചോദിക്കില്ല. തെറ്റ്. രോഹിണിക്ക് ചോദിക്കാൻ ആരുമില്ലാന്ന് വിചാരിക്കരുത്. കൂടുതൽ അക്രമം കാണിച്ചാല് ഈ നാട്ടിൽ ഒന്നും നടക്കില്ല വിനയ മുതലാളി. രോഹിണി ഇപ്പോഴും സ്വതന്ത്രയായ ഒരു പെൺകുട്ടിയാ. ആരുടെയും ഭാര്യയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നീ പറയാൻ വന്ന ഈ പോലീസ് നിയമമൊന്നും ഇവരെ ഒന്നും ചെയ്യില്ല. കാരണം രോഹിണിയുടെ രക്ഷകർത്താക്കളാ ഇവര്. സ്വന്തം അമ്മാവനും അമ്മായിയും. രോഹിണി, ഞാനിപ്പോ ഇവിടെ നിന്നാ ശരിയാവില്ല. പോയിട്ട് പിന്നെ വരാം. മാല എവിടെ? മാല എവിടെ പെണ്ണേ? ഹലോ, നമ്മുടെ ഹീറോ ഒന്ന് നിന്നേ. നീ എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് മത്സരിച്ചോ അതേ കാര്യത്തില് ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് ഉറപ്പാ വിനയ. രോഹിണിയെ ഈ ജന്മം നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ. അലക്സി, നീ വെറുതെ വേണ്ട. ആശുപത്രി കോറിഡോറിൽ ഇവിടെ വെച്ചൊരു തർക്കം അതൊരു പബ്ലിക് ന്യൂസൻസാ. ഏതായാലും അവളായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. അത് ഞാൻ ശരിക്കും അങ്ങ് മുതലാക്കാൻ പോവാണ്. അവളുടെ ആ ചട്ടമ്പി അമ്മാവനും അമ്മായില്ലേ, അവര് ഞാൻ പറയുന്നതിനപ്പുറം അനങ്ങൂലടാ. ഇന്ന് തന്നെ അവളെയും കൊണ്ട് ഞാൻ അവരെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടും. പിന്നെ നിനക്കവളെ കണി കാണാൻ പോലും കിട്ടില്ലെന്ന് ഉറപ്പാടാ. എടാ വിനയ മുതലാളി, ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നിനക്കുള്ള യഥാർത്ഥ പണിയുണ്ടല്ലോ, അത് വരാൻ പോകുന്നേയുള്ളൂ മോനെ. അലക്സിൻ നിനക്ക് വേണ്ടി കരുതി വെച്ചത് നിനക്കൊരിക്കലും താങ്ങാൻ പോലും പറ്റില്ല വിനയ. നീ തായം കളിക്കാൻ ഇറങ്ങിയത് അലക്സിയോടാണെന്നുള്ളത് നീ മറന്നുപോയി. അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അപ്പം നടക്കട്ടെ. ആ അമ്മാവനും അമ്മായിക്കും വല്ല നക്കാപ്പിച്ച കൊടുത്ത് സെറ്റിൽ ചെയ്യാനുള്ളതാ. ചെല്ലട്ടെ.
അല്ല, ഈ പ്രോപ്പർട്ടി നീലകണ്ഠൻ മാഷിന്റെ 4 മക്കൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാ. അതെ. ഇത് വെച്ച് ലോൺ എടുക്കണമെങ്കിൽ അവരുടെ കൺസെന്റ് വേണം. മാത്രമല്ല, ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ റെക്കമെൻഡേഷൻ കൂടി കിട്ടിയ ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എന്റെ പൊന്നമ്മ സാറേ, ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതിനിങ്ങനെ ഓരോരോ തടസ്സങ്ങൾ പറയരുത്. അത് 10-70 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളത് കൊണ്ടാ ഞങ്ങൾ തന്നെ പ്രമാണവുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളാണ് മക്കൾക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ. പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നല്ലേ മാഷേ? ഇത്രയും വലിയ എമൗണ്ട് ഒന്നും ഈ ഡോക്യുമെന്റ്സ് വെച്ച് ഒത്തു വരത്തില്ല. എനിക്ക് തരാൻ പറ്റില്ല, അതും അർജന്റായിട്ട്. അയ്യോ, അങ്ങനെ പറയരുത്. പൊന്നമ്മ സാറ് വിചാരിച്ചാ നടക്കും. അത് പറഞ്ഞിട്ടാ ചന്തു ഞങ്ങളെ ഇങ്ങോട്ട്. ഇത് ചന്ദ്രകുമാർ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. സാർ എന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആദ്യമായിട്ട് അവർ ആവശ്യമായിട്ട് സാറിന്റെ അടുത്തേക്ക് വരുന്നത്. പൊന്നമ്മ സാറിന് അറിയാലോ, അത്രയും വലിയ ആവശ്യമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവരെയും കൂട്ടി വരില്ലല്ലോ. ഇതിലൊരു ഫ്രോഡും ഇല്ല. സാറിന് ഇവരെ കണ്ണടച്ച് വിശ്വസിക്കാം. ഇതേ വർഷങ്ങൾക്ക് മുമ്പ് മാതൃകാ അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ ആളാ നീലകണ്ഠ മാഷ്. ചന്തു, അതൊന്നും ഇപ്പൊ ഇവിടെ. മാഷ് ടെൻഷൻ അടിക്കണ്ട. പൊന്നമ്മ സാറ് ഈ ലോൺ ശരിയാക്കി തരും. ചന്തു ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞാ പൊന്നമ്മ സാറിന് തള്ളാൻ പറ്റത്തില്ല. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ബന്ധമൊന്നുമല്ല, ബാങ്കിന് ബാങ്കിന്റേതായ ചില നിയമങ്ങളുണ്ട്. എന്തായാലും ഞാനൊന്ന് സോണൽ ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്തായാലും ഇപ്പൊ ഇതും കൊണ്ട് നിങ്ങൾ പോകാൻ നോക്ക്. ഞാൻ ചന്ദ്രകുമാറിനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, നടക്ക. എന്റെ പൊന്നമ്മ സാറെ നാണം കെടുത്തിയല്ലോ. മാഷേ, നീ എന്താടി മോളെ പറയുന്നത്? രോഹിണി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? അതെ, ഞാൻ നേരിട്ട് കണ്ടു ആശുപത്രിയിൽ വരുന്നത്. ഈശ്വര, ആ കുട്ടി എന്ത് അവിവേകമായി കാണിച്ചേ. തനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് വിനയൻ അവളോട് പറഞ്ഞതാണോ കാരണം? എന്റെ അമ്മേ, ഇതെല്ലാവരുടെയും മനസ്സിൽ സഹതാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നാ എനിക്ക് തോന്നുന്നേ. ജീവൻ ഒടുക്കിയിട്ടാണോടി സഹതാപതരംഗം ഉണ്ടാക്കുന്നേ? അതിനൊടുക്കിയില്ലല്ലോ. എന്റെ ചേച്ചി, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിലേ ആളെ കിട്ടില്ലായിരുന്നു. ചേച്ചി ഇങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞാലിപ്പോ എന്താടി ഒരു തെറ്റ്? രണ്ടാള് തമ്മിൽ ഇഷ്ടപ്പെടുന്നത് 2 വീട്ടുകാരറിയുമ്പോ ആദ്യം ചില എതിർപ്പുകളൊക്കെ ഉണ്ടാവും. അത്രേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പരസ്പരമുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ ഉണ്ടായ എതിർപ്പ് മാറുന്നത് വരെ കാത്തിരിക്കുക വേണ്ടത്. അല്ലാതെ എടുത്തു ചാടി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുകയല്ല വേണ്ടത്. ഏട്ടനും രോഹിണി ചേച്ചിയും തമ്മിലുള്ള ഇഷ്ടമേ ആത്മാർത്ഥമാണ്. എനിക്കറിയാതെ. പിന്നെ എന്തുകൊണ്ട് കാത്തിരുന്നൂടാന്നാ ഞാൻ ചോദിക്കുന്നേ. വിനയേട്ടന്റെ കുഞ്ഞ് രോഹിണി ചേച്ചിയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയാ ഇവരോട് പറയുന്നത്? ഈശ്വര, എത്രയും വേഗം വിനയേട്ടനൊന്ന് വന്നാ മതിയായിരുന്നു. നോക്ക്, വലിയ വായിൽ നേരത്തെ എന്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ ആള് പെട്ടെന്ന് ഏട്ടന്റെ കല്യാണത്തിന് വേണ്ടി വാദിക്കുന്ന എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദേ, ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഈ വീട്ടിലുണ്ട്. ഇനി നീയും കൂടി ഓരോന്ന് ചൊറിഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട. മുത്തച്ഛ, ഞാൻ കയറുന്നില്ല. വർക്ക്ഷോപ്പിലെ അർജന്റ് ഒരു വണ്ടി പണിത് കൊടുക്കാനുണ്ട്. ശരി, നീ ചെല്ല്. പറ്റുമെങ്കിൽ നീ ആ പൊന്നമ്മ സാറിനെ ഒന്നുകൂടി വിളിക്കണം. അത് ഞാൻ വിളിച്ചോളാം. ലോൺ ഞാൻ ഓക്കെ ആക്കിക്കോളാന്നേ. പൊന്നമ്മ സാർ നമ്മുടെ സ്വന്തം ആളല്ലേ. അത് പിന്നെ ഏതൊരു കാര്യത്തിനും ആദ്യം ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടേ പിന്നെ ആ കാര്യം ചെയ്യത്തുള്ളൂ. അത് പണ്ടേ ഉള്ള സ്വഭാവ. ശരി ശരി, നീ പോവാൻ നോക്ക്. അർജന്റ് വർക്ക് കളയണ്ട. എന്താ അച്ഛാ, പോയ കാര്യം നടക്കുവോ? മാനേജർ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കുമോ എന്ന് തീർച്ചയില്ല. ഓ, ഇനിയിപ്പൊ അതൊക്കെ നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാ വലുതല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നേ. എന്ത് സംഭവം?
വിനയം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ പെണ്ണില്ലേ രോഹിണി, ആ. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലായെന്ന്. ഒയ്യോ എന്റെ ദൈവമേ, എന്തൊക്കെയായി കേക്കുന്നേ? ഇതിപ്പോ കൂനുമേ കുരു പോലെ ഒന്നിനു പിന്നാലെ ഓരോന്ന് വരികയാണല്ലോ. എല്ലാം കൊണ്ട് അവന് മോശപ്പെട്ട സമയം. ഏട്ടാ ഒരു മിനിറ്റ്. രോഹിണി ചേച്ചി കൈമുറിച്ച് ഹോസ്പിറ്റലായ കാര്യം ഇവിടെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. കൈമുറിച്ച കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ കല്യാണത്തിന് ആദ്യ എതിർപ്പ് പറഞ്ഞത് ഞാനാ, മറിച്ച് പറഞ്ഞത് ഞാൻ തന്നെ. അതുപോലെ ഇപ്പൊ എന്റെ മുന്നില് അലക്സിയുടെ കാശ് കാര്യത്തിൽ ഏട്ടന്റെ നിസ്സഹായതയേക്കാൾ വലുത് രോഹിണി ചേച്ചി മാത്രം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ രോഹിണി ചേച്ചി ഏട്ടൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.